റാഗിയും നേന്ത്രപ്പഴവും വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് ഇത്. അപ്പോൾ റാഗി നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് മില്ലറ്റ്സ് ആണ് എന്നുള്ളത്. അത് നമ്മൾ ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ തൂക്കക്കുറവുള്ള കുട്ടികൾക്കും രക്തം കൂടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങ ഒരുപാട് അങ്ങ് നിറം മാറി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഏത് നട്ട്സാണ് ഉള്ളത് അതൊക്കെ ചേർക്കാം. പിസ്തയോ അതുപോലെ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ കിസ്മിസ് ഉണ്ടെങ്കിലും ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പട്ട ഗ്രാമ്പൊക്കെ പൊടിച്ചതുണ്ടെങ്കിൽ അതും ചേർത്താൽ നല്ലൊരു രുചിയാണ്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തേങ്ങയും ആ ഒരു പഴമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പഴം ഇപ്പോൾ നല്ലോണം പഴുത്തതായതുകൊണ്ട് തന്നെ നല്ലോണം ഇത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്നാക്ക് നമ്മൾ മധുരത്തിൽ ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഴം നല്ലോണം പഴുത്തുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നെയ്യും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ റാഗി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ എണ്ണ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ എന്ന് പറഞ്ഞാൽ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ബോളുകളാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവിയിൽ തയ്യാറാക്കിയ നല്ലൊരു സ്നാക്കായി കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ കയ്യിൽ എണ്ണ വരട്ടിയിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സൈസിലോ ഇത് തന്നെ ഒരു 2 ബോളാക്കിയിട്ടോ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ദിവസവും ഇത് 1-2 ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ബോളുകളൊക്കെ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ആവിക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആവിയിൽ വേവിക്കുമ്പോൾ ഇത് നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുറം ഭാഗം അങ്ങനെ ഒട്ടൂല, ഉള്ളിൽ ചെറിയൊരു ഒട്ടലുണ്ടാകും. അതുകൊണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാനും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.